ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 3 തരം ആളുകളാണ് ലോകത്തുള്ളത്. സംഭവങ്ങൾ ഉണ്ടാക്കുന്നവർ, സംഭവങ്ങൾക്ക് കാഴ്ചക്കാരാകുന്നവർ, സംഭവങ്ങൾ കണ്ട് അത്ഭുതം കൊള്ളുന്നവർ. നമ്മുടെ വ്യക്തിപരമായ അവസ്ഥകൾ അനുസരിച്ച് നമ്മൾ എല്ലാവരും ഓരോ വിഭാഗത്തിൽ പെടുന്നു എന്നതാണ് സത്യം. സ്ഥിരമായി സംഭവങ്ങൾ ഉണ്ടാക്കുന്നവരായി തീരുവാൻ ശരിയായ മനോഭാവവും ശീലവും വളർത്തിക്കൊണ്ടുവരണം. അതിന് നാം മാറ്റങ്ങൾക്ക് വിധേയമാകണം. മാറുക എന്നത് പലപ്പോഴും അസുഖകരവും വേദനാജനകവും പോലുമാണ് പലർക്കും. എന്നിട്ടും പലരും എത്തിപ്പിടിക്കാൻ കഴിയാത്ത നേട്ടങ്ങളുടെയും സ്വപ്നങ്ങളുടെയും അടുത്തുവരെ എത്തുന്നു. യഥാർത്ഥത്തിൽ വിജയത്തിനൊരു തീരുമാനം അകലെ മാത്രമാണ് നാം. അത് മറ്റൊന്നുമല്ല, തുടങ്ങാം എന്ന തീരുമാനം. അതല്ല ജോലി പൂർത്തിയാക്കും മുമ്പ് എല്ലാം നിർത്താം എന്നതല്ല. ജീവിതം എന്ന കളിയിൽ ഭാഗ്യത്തിന് നിർണായകമായ ഒരു സ്ഥാനമുണ്ടെന്ന് നിങ്ങൾ പറയൂ. എന്നാൽ തോമസ് ജെഫേഴ്സൺ പറഞ്ഞു, ഞാൻ ഭാഗ്യത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ എത്ര കൂടുതൽ കഠിനാധ്വാനം ചെയ്യുന്നോ അത്രയും കൂടുതൽ ഭാഗ്യം എന്നെ കടാക്ഷിക്കുകയും ചെയ്യും. പല പഴഞ്ചൊല്ലുകളുടെയും ഉപജ്ഞാതാവായ കിങ് സോളമൻ പറയുന്നത് ഇത് തന്നെ. മടിയന്മാർക്ക് കൂടുതൽ വേണം, എന്നാൽ കുറച്ചേ കിട്ടുന്നുള്ളൂ. എന്നാൽ സ്വന്തം പ്രവൃത്തിയിൽ അർപ്പണ മനോഭാവം കാട്ടുന്നവർ അഭിവൃദ്ധിപ്പെടുന്നു. ഭാഗ്യം കൊണ്ട് നാം വിജയിക്കുമോ? വിജയിക്കും. അത്തരം ഭാഗ്യം കഠിനാധ്വാനത്തിന്റെ ഫലമാകുമ്പോൾ മാത്രം. നാം എല്ലാവരും വിജയം ആഗ്രഹിക്കുന്നു. വിജയിക്കാനുള്ള അഭിവാജ്യത പലപ്പോഴും നമ്മളിൽ ഉണ്ടാവാറുമുണ്ട്. പണത്തിനോ പ്രശസ്തിക്കോ അധികാരത്തിനോ വിജയം കൊണ്ടുവരാൻ കഴിയില്ല. ദൈവം നാം എന്തായി തീരണമെന്ന് നിഷ്കർഷിച്ചിട്ടുണ്ടോ അതായി തീരാൻ നാം എടുക്കുന്ന പരിശ്രമമാണ് വിജയം. കയ്യെത്തിപ്പിടിക്കാൻ കഴിയുന്നത്. അതിനായിട്ടുള്ള പരിശ്രമത്തിനിടയിൽ നാം പലപ്പോഴും അലസതയുടെ പിടിയിൽ അമർന്നേക്കാം. എങ്ങനെ നമുക്ക് അതിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാം? അതിനായി എങ്ങനെ നിങ്ങൾക്ക് ആന്തരിക പ്രചോദനം നേടാം? അലസതയാകുന്ന ഊന്നുവടി നിങ്ങൾ വലിച്ചു ദൂരെ എറിയുക. വിജയിക്കാൻ ആവശ്യമായ സുപ്രധാനമായ 3 ഘടകങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നിങ്ങൾക്കും ഒരു പുതിയ കൈത്താങ് ലഭിക്കും. 1. എന്തും പിന്നത്തേക്ക് മാറ്റിവെക്കുന്ന ശീലത്തെ തോൽപ്പിക്കുക. 2. നിങ്ങളുടെ ജീവിതത്തെ നിഷ്പ്രയോജനമാക്കുകയും അപകടകരമായ കാര്യങ്ങളെ മനസ്സിലാക്കുകയും തുടച്ചു നീക്കുകയും ചെയ്യുക. 3. അച്ചടക്കം നിങ്ങളുടെ സ്വഭാവത്തിന്റെ അവിഭാജ്യ ഘടകമാക്കുക. ഈ ലോകത്ത് നിങ്ങൾക്ക് നേടാവുന്ന ഏറ്റവും അപകടമായ രീതിയും നാശകാരിയുമായ കൂട്ടുകാരൻ പിന്നത്തേക്ക് മാറ്റിവെക്കുന്ന ശീലമാണ്. ഇതിൽ നിന്ന് പുറത്തു കടക്കാനും പ്രവർത്തിക്കാൻ സ്വയം പ്രചോദിതരാകാനും വേണ്ടിയാണ് ഒരു ചരിത്രം മുഴുവൻ ആളുകൾ മൽപ്പിടുത്തം നടത്തിയിരുന്നത്. ജീവിതത്തിൽ വിജയം നേടിയവരെല്ലാം അതിന്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് മുക്തി നേടാൻ ബോധപൂർവം ശ്രമിച്ചിരുന്നു. ഇന്ന് ചെയ്യേണ്ട ഒരു കാര്യം പിന്നത്തേക്ക് മാറ്റിവെക്കാൻ മനോഹരമായ കാരണങ്ങൾ നിരത്തിവെക്കാൻ പലർക്കും ഉണ്ടാകും. എന്നാൽ അവ കാരണങ്ങളെ അല്ല, മറിച്ച് കാര്യങ്ങൾ ചെയ്യാതിരിക്കാനുള്ള ഒഴിവുകഴിവുകൾ മാത്രമാണ്. കാര്യങ്ങൾ പിന്നത്തേക്ക് മാറ്റിവെക്കുകയാണെങ്കിൽ ഒന്നും ആദ്യം തന്നെ ചെയ്യേണ്ടി വരില്ല. കാര്യങ്ങൾ നീട്ടിവെക്കാൻ ഓരോരുത്തർക്കും അവരുടേതായ കാരണങ്ങളും ഒഴിവുകഴിവുകളും കിട്ടും. ഈ രീതി ഒരു ശീലമാകുമ്പോൾ അത് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത് ജീവിതത്തിന്റെ പല മേഖലകളിലും നമ്മെ വെറും ശരാശരിക്കാരായി മാറ്റും. ഏത് ശീലവും ബോധപൂർവമുള്ള പരിശീലനങ്ങളിലൂടെ തുടച്ചു നീക്കാവുന്നതേ ഉള്ളൂ. അദ്ദേഹത്തെ 5 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാം, ഞാനിതാ അരമണിക്കൂർ കഴിഞ്ഞ് ചെയ്യാം, ഈ പ്രശ്നം നാളെ നോക്കാം, യാത്ര കഴിഞ്ഞ ഉടനെ അയാളെ വിളിക്കാം. ഇങ്ങനെ വളരെ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ആ ശീലം ഉണ്ടാവുകയുള്ളൂ. ഈ രീതിയിൽ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾ ജീവിതത്തിൽ പരാജയം ഉറപ്പാകുന്ന ഒരു ശീലം പരിശീലിക്കുകയാണ്. അതിന് നിങ്ങൾ കൊടുക്കേണ്ട വില വളരെ വലുതായിരിക്കും. ജീവിതത്തെ മെച്ചപ്പെടുത്താനും കുടുംബത്തെ രക്ഷിക്കാനും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനും ഈശ്വരനിലേക്ക് അടുക്കാനുമുള്ള അവസരങ്ങൾ നഷ്ടപ്പെടും. കഷ്ടം, ഞാനത് നേരത്തെ ചെയ്യുകയായിരുന്നെങ്കിൽ എനിക്കത് കഴിയുമായിരുന്നു. ഇത്രയും നീണ്ട കാലത്തേക്ക് ഞാൻ കാത്തിരിക്കരുതായിരുന്നു. ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി ഇങ്ങനെ പറയേണ്ടി വരുന്നതിനേക്കാൾ സങ്കടകരമായി മറ്റെന്താണുള്ളത്? പറയുകയും എഴുതുകയും ചെയ്യുന്ന സങ്കടകരമായ വാക്കുകളിൽ ഏറ്റവും സങ്കടകരമായത് ഇതാണ്: എനിക്ക് അന്ന് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. കാര്യങ്ങൾ മാറ്റിവെക്കാൻ നിങ്ങൾ തിരക്കിടുമ്പോൾ ജീവിതം തിരക്കിട്ട് നിങ്ങളെ കടന്നുപോകും. അവസരങ്ങൾ ഒരിക്കലും 2 വട്ടം നിങ്ങളെ തേടിയെത്തില്ല.
അവ നിങ്ങളെ മാടി വിൽക്കുമ്പോൾ തന്നെ അത് മുതലാക്കാൻ നിങ്ങൾക്ക് കഴിയണം. മടിയന് ജീവിതം മുഴുവൻ പ്രശ്നങ്ങളായിരിക്കുമെന്ന് കിങ് സോളമൻ പറഞ്ഞത് ഓർക്കുക. ഒരു ചെറിയ പ്രശ്നത്തിന് ഒരു വലിയ പ്രതിസന്ധിയായും ഒരു സാധാരണ അവസ്ഥയെ ദുരന്തമായി മാറ്റാൻ ഈ ശീലത്തിന് കഴിവുണ്ടെന്ന് മറക്കാതിരിക്കുക. ഒരു നിസ്സാര കാര്യം മാറ്റിവെച്ചാൽ പിന്നീട് കഠിനമായ കാര്യമായി മാറും. കഠിനമായ ഒരു പ്രവൃത്തി ചെയ്യാതെ മാറ്റിവെച്ചാൽ പിന്നീട് ചെയ്യുക അസാധ്യമായി. ജീവിതത്തിലെ പല പ്രതിസന്ധികളും നമ്മുടെ തന്നെ പ്രവൃത്തിയുടെ ഫലമാണെന്ന് നമ്മളിൽ എത്ര പേർക്കറിയാം. സ്വന്തം ദൗർഭാഗ്യത്തെ കുറിച്ചോർത്ത് വിഷമിക്കുന്നവർ തങ്ങളുടെ തന്നെ കഴിവുകേടിന്റെ ഫലങ്ങളാണ് കൊയ്യുന്നത്. ഇന്ന് ചെയ്യാൻ കഴിയുന്ന കാര്യം നാളത്തേക്ക് മാറ്റിവെക്കരുതെന്ന് ബെഞ്ചമിൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് കാര്യങ്ങൾ മാറ്റിവെക്കുന്നത്? പൊതുവെ ഇതിന് പല കാരണങ്ങളുമുണ്ട്. തീരുമാനമെടുക്കാനുള്ള ഭയം, അനന്തരഫലങ്ങളെ കുറിച്ചുള്ള പേടി, മടി, തന്ത്രപരമായ നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന വിശ്വാസം തുടങ്ങിയവയാണ് പൊതുവെ പറയാനുള്ള കാര്യങ്ങൾ. നിങ്ങൾക്കൊരിക്കലും അടക്കാനുള്ള ബില്ല് അടക്കാതിരിക്കാൻ കഴിയില്ല. പണം അടക്കുന്നത് നീട്ടിവെക്കാം. ജോലി ചെയ്ത് തീർത്തോ ഇല്ലയോ എന്ന് നിങ്ങളുടെ ബോസിനോട് അവസാന വാക്ക് പറയാതെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകാം. തെറ്റായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സ്വയം തിരക്കുണ്ടാക്കാം. കാര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ടിരുന്നാൽ അത് നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങളെക്കുറിച്ച് മോശം അഭിപ്രായം ഉണ്ടാക്കും. കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും ബിസിനസ് പങ്കാളിയുടെയും താല്പര്യങ്ങളെ ഹനിക്കും. ഈ ശീലം ആഴത്തിൽ ഉറച്ചുപോയ ഒരു സ്വഭാവമാണ്. അത് തകർക്കാൻ ബുദ്ധിമുട്ടാണ്. ദുസ്വഭാവങ്ങളിൽ ഒന്നാം റാങ്കാണ് ഇതിന്. എന്നാൽ നമ്മുടെ ഏത് സ്വഭാവവും ഇല്ലാതാക്കാം, പുതുതായി ഉണ്ടാക്കുകയുമാകാം. പുതിയ ശീലങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പഴയ സ്വഭാവങ്ങൾ ഇല്ലാതാക്കാം. ഒരിക്കൽ ശ്രീബുദ്ധൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിൻനിരയിൽ നിൽക്കുകയായിരുന്ന ഒരാൾ മറ്റൊരാളോട് ദേഷ്യത്തിൽ ശകാരിക്കുകയും അസഭ്യം പറയുകയും ചെയ്തത് ബുദ്ധന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ക്ഷമയോടെ ബുദ്ധൻ അതെല്ലാം കേട്ടു. അതിനുശേഷം ശിഷ്യന്മാരോടും അയാളോടുമായി ബുദ്ധൻ പറഞ്ഞു, നമ്മൾ മറ്റൊരാൾക്ക് ഒരു സമ്മാനം നൽകുകയാണെന്ന് വിചാരിക്കുക. അയാൾ അത് സ്വീകരിക്കാൻ കൂട്ടാക്കുന്നില്ല എങ്കിൽ ആ സമ്മാനത്തിന്റെ ഉടമസ്ഥാവകാശം ആർക്കായിരിക്കും? അല്പസമയത്തെ ആലോചനയ്ക്ക് ശേഷം ശിഷ്യന്മാർ പറഞ്ഞു, സമ്മാനം നൽകിയതാരാണോ അയാൾക്ക്. ഏത് വിഡ്ഢിക്കും അറിയാം അത്. ദേഷ്യപ്പെട്ടയാൾ പറഞ്ഞു. അപ്പോൾ ബുദ്ധൻ പറഞ്ഞു, സമ്മാനം നൽകുമ്പോൾ അത് ആരും സ്വീകരിച്ചില്ല എങ്കിൽ നൽകിയ ആളുടെ കൈവശം തന്നെ അത് ഇരിക്കുമെന്ന് പറഞ്ഞതുപോലെ മറ്റൊരാൾ നമ്മോട് ചീത്ത പറയുമ്പോൾ അല്ലെങ്കിൽ അയാളുടെ ദേഷ്യം നമ്മിൽ ചെരിയാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഇത് ഓർക്കുക. അത് മുഴുവൻ നാം സ്വീകരിക്കണോ അതോ അതിനെ തിരിച്ച് ആരാണോ പറയുന്നത് അയാൾക്ക് തന്നെ തിരിച്ചു നൽകണോ? അത്തരത്തിലുള്ള തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്.